കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചെറിയ ചിന്ത ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ വെപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ആ 5 മുതൽ വായിക്കേ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മുലക്കല്ല് സിയോനിലിടുന്നു. ഈ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രാരംഭത്തിൽ ദൈവാത്മാവ് പറയുകയാണ് ആകയാൽ. ആ പദം പരിശുദ്ധ ആത്മാവ് അവിടെ രേഖപ്പെടുത്തുമ്പോൾ പുറകിലുള്ള 1-ാം അധ്യായത്തിലേക്ക് ചിന്തകൾ പോകേണ്ടതാണ്. ആകയാൽ എന്നുള്ള പദത്തിൻ്റെ ആശയം മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏതാണോ അതിന് അടിസ്ഥാനമിട്ടാണ് ആകയാൽ എന്നുള്ള പദം വരുന്നത്. അപ്പോൾ പുറകിൽ പറഞ്ഞ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഓടിപ്പോകാൻ വരട്ടെ, പതുക്കെ പോകാം. എന്തു ചെയ്യണം? സകല ദുഷ്ടതയും ചതിവ്. ഈ പണി നടത്തുന്നവൻ ദൈവമായുള്ള ബന്ധം ഇല്ലാത്ത വ്യക്തിയാണ്. അതാരായാലും, ഈ പറയുന്ന ഞാനായാലും ആ കൂട്ടത്തിലുള്ളതാണ്. വ്യാജഭാവം ഉള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പണി നടത്തിയതാരാണ്? അവനവൻ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ ആരാണ്? ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ്. അതെന്താണ് വചനം പറയുന്നത്? വ്യാജ ഭാവം. അപ്പോൾ പിന്നെ അസൂയ. ഒരാൾ നന്നാകുന്നത് സ്തോത്രം. എന്നിട്ട് നുണ പറയുന്ന പരിപാടി, എല്ലാ ചതിവും എന്ത് ചെയ്യണം? നീക്കിക്കളയണം. നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ജനിച്ച ശിശുവാകാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ജനിച്ച ശിശു ആകണമെങ്കിൽ എന്താകണം? നീക്കിക്കളയണം. ശിശുവിൻ്റെ പ്രത്യേകത എന്താ? അതിന് കരയാൻ അറിയുള്ളൂ.
അതിന് വേറൊന്നും അറിയില്ല. കരയാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. കർത്താവ് പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ എന്ത് ചെയ്യരുത്, തടുക്കരുത്. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തിരിഞ്ഞ് എന്ത് ചെയ്യണം, ശിശുക്കളെ പോലെ ആയിത്തീരണം. അനുഭവസ്ഥൻ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശു ആകണം. കാരണം അനുഭവസ്ഥൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവൻ വ്യാജഭാവം കാണിച്ചവനാ, ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. വ്യാജഭാവമല്ലേ കാണിച്ചേ? അപ്പൊ അവൻ കാണിച്ചവനാണ്. അനുഭവസ്ഥൻ പറയുകയാണ്, മക്കളെ തിരിഞ്ഞ് ശിശുവിനെ പോലെയല്ല വരേണ്ടത്, ഇപ്പോൾ ജനിച്ച ശിശു ആകണം. ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ തിരിഞ്ഞു വന്നേ പറ്റൂ. കാരണം നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ സർവശക്തനായ ദൈവമാണ്. നമ്മുടെ പ്രവർത്തികളെ എല്ലാം കാണുന്നവൻ ശത്രുവായ പിശാച. നീ വ്യാജഭാവം കാണിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല. പിശാച് കയറി അവിടെ നിൽക്കും. സ്തോത്രം. പിശാച് പറയും, എൻ്റെ കയ്യിലുള്ളത് അവൾ കൊണ്ടു നടക്കുന്നത്, എൻ്റെ കയ്യിലുള്ളത് അവൻ കൊണ്ടു നടക്കുന്നത്, അവന് വേണ്ടി എന്ത് ചെയ്യരുത്, പ്രവർത്തിക്കരുത്. ക്രമീകരണം വരാത്തിടത്തോളം കാലം മറുപടി ലഭിക്കില്ല. സ്തോത്രം. ഉപവസിച്ചത് കൊണ്ടൊന്നും കാര്യമില്ലെന്നേ. എന്ത് ചെയ്യണം? ദൈവം മുൻപാകെ താഴ്മയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് പത്രോസ് പറയുന്നത് മറ്റൊരു ഭാഗത്തുണ്ട്, തക്ക സമയത്തുയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അപ്പൊ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴ്മയുണ്ടായേ പറ്റൂ. കയ്യിലിരിപ്പ് വിട്ടേ പറ്റൂ. സ്തോത്രം. കയ്യിലിരിപ്പ് വിട്ടാൽ മതി, താഴ്മയോടെ നീ സഞ്ചരിച്ചാൽ മതി. മറ്റുള്ളവർ പറയും ഒരുപക്ഷെ നീ പൊട്ടനാണെന്ന്, മറ്റുള്ളവർ പറയും ഒരുപക്ഷെ നീ പൊട്ടിയാണെന്ന്. എന്നാൽ നിനക്ക് വേണ്ടി പണി തുറക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തി വെളിപ്പെടുത്തുന്ന ഒരു ഉടമസ്ഥനുണ്ടെന്ന്. ആ ഉടമസ്ഥനെ തടുക്കുവാൻ ശക്തിയുള്ള ഒരു ശക്തിയോ ഈ ലോകത്തിൽ ഇല്ലവേ ഇല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. അത് പതുക്കെ പറയാനല്ല പറയുന്നത്, ധൈര്യത്തോടെ പറയാനാ പറയുന്നത്. കാരണം അനുകൂലകനായിട്ട് ദൈവം നിന്നാൽ നീ പോകുന്ന യാത്രയിൽ എൻ്റെ അപ്പച്ചൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നിനക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. നിനക്ക് വേണ്ടി ഇരുട്ട് മാറിപ്പോകുമെന്നേ. നീ പലപ്പോഴും ഹല്ലേലൂയ ഇന്നത് വേണമെന്ന്, ഇന്നത് നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ഒരു ഉടമസ്ഥന്റെ സാന്നിധ്യം കുഞ്ഞിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ചിന്തിച്ചതിലോ നീ നിലച്ചതിലോ ഉപരിയായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന്. ആമേൻ. ആ സാന്നിധ്യം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രവൃത്തി നമുക്ക് തന്നെ അതിശയമായി തോന്നും. അഗ്നിയിൽ വീണ യഹൂദ ബാലന്മാര് അവര് ലഭിച്ച പ്രമാണത്തിന് വേണ്ടി നിന്നതല്ലേ ഉള്ളൂ. അവര് ചിന്തിച്ചോ നാലാമനായിട്ട് ദൈവ സാന്നിധ്യം തീക്കകത്ത് ഇറങ്ങി വരുമെന്ന്? ആ 3 പേർ രാജാവിനോട് പറയുന്ന വാക്കുകളുടെ മുൻപിൽ അവർക്കറിയാമായിരുന്നു തീക്കകത്ത് വീഴുമ്പോൾ ദൈവം വന്ന് നാലാമനായിട്ട് അവൻ നിൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു? ഇല്ല. പക്ഷേ ഇല്ല. അവിടെ പക്ഷേയും കൊണ്ട് പോവല്ലേ. അവർ ഒറ്റ കാര്യം വിശ്വസിച്ചോളൂ, ദൈവ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നീ നിർത്തി ബിംബത്തെ എന്ത് ചെയ്യില്ല, നമസ്കരിക്കില്ല. അഗ്നി 7 മടങ്ങ് കൂടി, 7 മടങ്ങ് ചൂട് കൂടിയെന്ന്. വിശ്വാസത്തിന് വേണ്ടി നിന്നപ്പോൾ ചൂട് കുറഞ്ഞെന്നല്ല, കൂടി 7 മടങ്ങ്. സ്തോത്രം. എന്നാൽ അവരുടെ ആ വിശ്വാസത്തോടു കൂടെ നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ,
ദൈവ സാന്നിധ്യം നമ്മിൽ പകരപ്പെടുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവിടെ ദൈവാത്മാവ് പറഞ്ഞതായ വാക്ക് ശ്രദ്ധിക്കണം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ചെയ്തിരിക്കുന്നു, നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇത് ഹല്ലേലൂയ യഹൂദ ബാലന്മാർക്കും ദാനമായി ലഭിച്ചു. അവർ നിന്ന കൃപയ്ക്കനുസരിച്ച് ചൂട് വർദ്ധിച്ചപ്പോൾ ആ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വർധനവുണ്ടായി. അവരുടെ വിശ്വാസം വർദ്ധിപ്പാനിടയായി, ദൈവ ആശ്രയം വർദ്ധിപ്പാനിടയായി. കുറയുകയല്ല ചെയ്തത്, പരാജയപ്പെടുകയല്ല ചെയ്തത്. ദൈവം അവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തെ പകർന്നപ്പോൾ ചൂട് അവർക്കൊരു വിഷയമല്ലാതെ മാറി. ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ആ ചൂട് അവർക്ക് അനുഭവപ്പെട്ടില്ലെന്ന്. ഹല്ലേലൂയ 7 മടങ്ങ് ചൂട് വർദ്ധിച്ചപ്പോൾ അടുത്തു നിന്നവർ പറഞ്ഞു കാണോ, എടാ നിനക്ക് ചൂടെടുക്കുന്നില്ലേ? അവർ പറഞ്ഞു കാണോ, എനിക്ക് ചൂടില്ല. ഹല്ലേലൂയ തീക്കകത്ത് വീഴുന്നതിന് മുന്നമേ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഭക്തർക്ക് വേണ്ടി നാലാമനായി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, നിന്നോട് കൂടെ ഇരിക്കുന്ന, നിന്നോട് കൂടെ നടക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ കഴിയത്തക്കവണ്ണം ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിപ്പിക്കുവാൻ എന്റെ ദൈവം മതിയായവൻ തന്നെ. അത് വെളിപ്പെടണമെങ്കിൽ എന്തുണ്ടാകണം? സ്തോത്രം. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ജനിച്ച ശിശു ആകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നു. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ആരുടെ അടുക്കല? മനുഷ്യർ തള്ളിയതാ, പക്ഷെ ആ കല്ല് ജീവനുള്ള കല്ല. ആ കല്ലിന്റെ അടുക്കൽ നിങ്ങൾ വന്നെങ്കിൽ ഹല്ലേലൂയ, ആ കല്ലിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ ആ കല്ല് തകരപ്പെട്ട കല്ലല്ല, ആ കല്ല് പണിയപ്പെട്ട കല്ല, ആ കല്ല് ജീവനുള്ളതോ. സ്തോത്ര. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചേ. നിങ്ങളും 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 എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇങ്ങനെ പറ, ഞാനെന്ന് പറ, അല്ലെങ്കിൽ നമ്മളെന്ന് പറ, അല്ലെങ്കിൽ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാ. തലയും കുത്തി വീഴാനല്ല. നീ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്നെങ്കിൽ നിന്നെ എന്റെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാ. നിന്റെ ദൈവം ഹല്ലേലൂയ നിന്നെ മൂർച്ചയുള്ളൊരായുധമാക്കി കേട്ടുകൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി ദൈവത്തിന്റെ കരത്തിലൂടെ വെളിപ്പെടുവാൻ നീ പാർക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന്റെ പ്രവർത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാ. ഇനി അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സീയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകും. കണ്ടോ, സിയോനിൽ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ, ആ കല്ലിനെ കുറിച്ച് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. സ്തോത്രം. 7-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഏത് മാന്യതയുണ്ട്?
ഹല്ലേലൂയ, ലജ്ജിച്ചു പോകില്ലെന്ന് യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 28 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ തിരുവചനത്തെ പരിശുദ്ധ ആത്മ നിയോഗത്താൽ പത്രോസ് എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, പത്രോസേ, നാളുകൾക്ക് മുൻപ് പരിശുദ്ധ ആത്മ നിയോഗത്താൽ പ്രവാചകൻ എഴുതി വെച്ചതായ ആ വചനത്തിന്റെ ഉടമസ്ഥനാണ് ഇന്ന് ഇവിടെ വന്നത്. ആ ഉടമസ്ഥൻ അടിസ്ഥാനമിട്ടെങ്കിൽ, മൂലക്കല്ലായി വീണെങ്കിൽ, അതിൽ വിശ്വസിക്കുന്ന ഒരുത്തനോ ലജ്ജിച്ചു പോകയില്ല. 28:16 ഒന്ന് വായിച്ചേ. അതുകൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ, ഞാൻ സീയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. എങ്ങനെയാണ് ശോധന ചെയ്ത കല്ല്? ആരൊക്കെയാ കല്ല് ശോധന ചെയ്തേ? യഹൂദന്മാർ മുഴുവൻ ശോധന ചെയ്തു. അന്നുണ്ടായിരുന്ന മതപുരോഹിതർ മുഴുവൻ എന്ത് ചെയ്തു? തിരിഞ്ഞും മറഞ്ഞും വളഞ്ഞും എന്ത് ചെയ്തു? ആ കല്ല് ശോധന ചെയ്തു. ആ കല്ലാണ് മൂലക്കല്ലായിട്ടിരിക്കുന്നത്. ആ കല്ലിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ ലജ്ജിച്ച് പോകയില്ല. സ്തോത്ര. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. നിന്നെ വിളിച്ച് വേർതിരിച്ച് ഈ ദേശത്താക്കിയെങ്കിൽ, നിന്നെ വിളിച്ച് വേർതിരിച്ച് നീ ആയിരിക്കുന്ന ഇടത്ത് നിർത്തിയെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് ഹല്ലേലൂയ കണ്ടിട്ടുള്ളതായ പദ്ധതി നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി കുഞ്ഞേ. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. പ്രവർത്തിപ്പാൻ ദൈവം മതിയായവരാണ്. ഇരുട്ടിന്റെ ശക്തികൾ ഒരുപക്ഷെ നിന്നോട് പലതും പറഞ്ഞെന്ന് വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മോട് പറയുന്ന വാക്കുകൾ കേട്ട് ചേമ്പലയുടെ സ്വഭാവം കാണിച്ചു പോകാതെ ആ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. വചനത്തോട് നാം ചേർന്ന് നിന്നാൽ ആ വചനത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പക്ഷെ അത് വെളിപ്പെടണമെങ്കിൽ നീക്കേണ്ടത് നീക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 1 വാക്യത്തിൽ പറയുന്നത് നീക്കിയാലേ 2 വാക്യത്തിൽ പറയുന്ന പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചയുണ്ടാകുള്ളൂ. ഇത് കുടിക്കാനും പറ്റുള്ളൂ. ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? എന്നും പറഞ്ഞ് പുറത്തേക്ക് പോരും. എന്താ കാര്യം? അത് ഉള്ളിൽ ചെല്ലുമ്പോൾ അതിന് ഉള്ളിൽ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത് പുറത്തേക്ക് പോരുന്നത്. സ്തോത്രം. ഈ വചനം ഇത് മായമില്ലാത്ത പാലാ. ഇതകത്ത് ചെല്ലുമ്പം മുകളിൽ പറഞ്ഞ സാധനങ്ങൾ അകത്ത് കിടപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഇതകത്തേക്ക് കയറില്ലെന്നേ. ഇത് സെറ്റാകില്ല, ഇത് സൂട്ടാകില്ല. കാരണം അകത്ത് കിടക്കുന്നത് കുഞ്ഞപ്പനാണ്. കുഞ്ഞപ്പന് എതിരായിട്ടുള്ളതാണ് ഇത് ചെല്ലുന്നത്. ഇത് ചെന്ന് കഴിയുമ്പോൾ അകത്ത് കിടക്കുന്നത് മൊത്തം കിടന്ന് എന്ത് ചെയ്യും? സ്തോത്രം. ചെറിയ അഴുക്കുണ്ടെങ്കിൽ ഈ പാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് കേടാകും. അത് ഉപയോഗശൂന്യമായി മാറും. അത് വചനം എന്ന മായമില്ലാത്ത പാലിനോട് ഉപമിച്ചിരിക്കുക. അതിനകത്ത് അല്പം ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാത്രം ഒരുപക്ഷെ നല്ലതായിരിക്കാം, അഴുക്കൊരു ചെറുതായിട്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ കിണി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പാല് പിരിയും. പാലിന് പറഞ്ഞിട്ട് കാര്യമില്ല, പാത്രം ചുമന്നേരെ കഴുകാഞ്ഞതാണ് കാര്യം എന്നതുപോലെ കഴുകൽ പ്രാപിക്കേണ്ടതുപോലെ എന്ത് ചെയ്യണം? കഴുകൽ പ്രാപിച്ചാൽ ഇതകത്ത് ചെല്ലും. അകത്ത് ചെന്നാൽ നിന്നെ പണിയും. സ്തോത്രം. ദൈവവചനം പറയുന്ന ഒരു വാക്കുണ്ട്, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവമായുള്ള ബന്ധത്തിൽ
ദൈവത്തോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ കൃപയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ദൈവം ബിജുവിനെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷെ തീരുമാനമെടുക്കാൻ ഒരു ചെറിയ ആ ചാഞ്ചാട്ടത്തിൻ്റെ കാരണം തികഞ്ഞ ദൈവസ്നേഹമില്ലാത്തതാണ്. നാളെ എന്താകുമെന്നുള്ള ചിന്ത. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കൈവിടുമോ എന്നുള്ള ചിന്ത. അതിനോട് ബന്ധപ്പെട്ട് പല ചിന്തകളാണ്. ആ ചിന്തയാണ് എന്ത് ചെയ്യുന്നേ, ഈ പറയുന്ന ആൾക്കാർ നാളെ ജീവിച്ചിരുന്നോളം നിർബന്ധമുണ്ടോ? നാം സേവിക്കുന്ന ദൈവം ബിജു ഈ ലോകത്തിൽ കാണുന്ന ഒരു ദൈവത്തെ പോലെയല്ല. വിശ്വസ്തയോടെ നിന്നാൽ ദൈവം വിശ്വസ്തയോടെ നമ്മോട് കൂടെ നിൽക്കും. അതെവിടെ നിൽക്കും? എല്ലായിടത്തും നിൽക്കും. അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ കൂടെ കാണും. ആ ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്നുണ്ടല്ലോ, ഓരോന്നിനും മുട്ടിങ്ങനെ കിടുകിട പറഞ്ഞ് ഇടിക്കും. വചനം പറയുന്നത് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എന്താണ്? ആ തിരുവചന ഭാഗം ഒന്ന് എടുത്ത് വായിച്ചേ. യിരെമ്യാവ് 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എങ്ങനെ? ദൈവ മുൻപാകെ നിൽപ്പാൻ. പേജ് 808. വീണ്ടും എന്ത് ചെയ്യും? കൈക്കൊള്ളും. എന്നിട്ട് വ്യവസ്ഥ വയ്ക്കുകയാണ്, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, അതൊന്ന് വായിച്ചേ ബിജു. 19-ാം വാക്യം, 15-19. ആ, ആ, ആ. ഈ വചനം ദൈവം പറഞ്ഞെങ്കിൽ, ഈ വ്യവസ്ഥ പാലിച്ച് ദൈവത്തോട് കൂടെ നിന്നാൽ ഈ ദൈവം മാറിപ്പോവോ? യുദ്ധം ചെയ്യുന്നവർ ജയിക്കുകയോ? ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നിന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ല. ഈ വചനത്തെ ഞാൻ ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നു. വിശ്വസ്തയോടുകൂടെ നിന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച്, നീ എൻ്റെ വായ് പോലെയാകും. ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെയാകുമെന്ന്. നീ എൻ്റെ വായ് പോലെയാകുമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അധരം പോലെയാകും. അങ്ങനെ നിലകൊള്ളുമ്പോൾ അവർ നിന്റെ പക്ഷം തിരിയും. ആര്? എതിർക്കാൻ വേണ്ടി നിൽക്കുന്നവർ, അവന് 2 കൊടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർ നിന്നെ കാണുമ്പോൾ എന്ത് ചെയ്യും? കാരണം കൂടെ നിൽക്കുന്ന ആളെ കണ്ടു കഴിയുമ്പം കുഞ്ഞപ്പന് പേടിയാകും, കുഞ്ഞപ്പട്ടേച്ച് ഓടും. കാരണം ഈ ആളുകളുടെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. ഈ പൈശാചിക ശക്തി ദൈവസാന്നിധ്യത്തെ കാണുമ്പോൾ എന്ത് ചെയ്യും? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവര് പ്രയാസം ഉണ്ടാക്കില്ലെന്നല്ല, അവർ നിന്നോട് എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. അവരെ ജയിക്കില്ല.
സ്തോത്രം. എന്താ കാരണം? നിന്നെ രക്ഷിപ്പാൻ, വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാരാ പറയുന്നത്? സണ്ണി വർഗീസ് അല്ല പറയുന്നേ. സ്തോത്രം. പക്ഷെ ഇത് വിശ്വസിക്കാനും ആശ്രയിക്കാനും അത് ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാണെന്നുള്ള ചിന്ത ഭരിപ്പാനും എന്ത് ചെയ്യണം? കഴിയണം. അതുകൊണ്ടാണ് ഇത് പഠനം പോലെ നടക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. കാരണം ദൈവം വിശ്വസ്തനാണ് എന്ന ആ ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകണം. അതുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യുള്ളൂ. ഞാൻ ഇന്ന് പകലിൽ ഇവിടെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ എത്തിപ്പെട്ടത് ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ലിൻ്റെ അടുക്കൽ. ആ കല്ലിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും എന്തു ചെയ്യില്ല? ലജ്ജിച്ച് പോകില്ല. അനേകർ ശോധന ചെയ്ത കല്ലാണിത്. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പല നിലകളിൽ ശോധന ചെയ്തു. എന്നാൽ ആ കല്ലിൽ ഒരു അപാകത കണ്ടെത്തുവാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല, ഒരു പൈശാചിക ശക്തിക്കും കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ജയാളിയായ ഒരുവന്റെ അടുക്കൽ, ആ ജീവനുള്ള കല്ലിന്റെ അടുക്കൽ ഇന്ന് പകലിൽ എത്തിപ്പെട്ട ദൈവമൈതലേ, നിന്നോട് വിളിച്ചു പറയുകയാ, നീ ലജ്ജിച്ചു പോകില്ല. ശത്രു എത്ര അലറട്ടെ, നിന്റെ കൂടെ ഉടമസ്ഥനുണ്ട്. പരാജയപ്പെട്ടവരല്ല, ജയാളിയാണവൻ. ജയവേരി മുഴക്കിയവനാണവൻ. ശത്രുവിന്റെ പദ്ധതികളെ തച്ചുടച്ചവനാണവൻ. ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. അനുഭവസ്ഥൻ വിളിച്ചു പറയുകയാണ്, മക്കളെ, ഇപ്പോൾ ജനിച്ച ശിശുവാകണം. മാറ്റേണ്ടത് മാറ്റിയേ മതിയാകൂ. മാറ്റാതെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയില്ല എന്ന് ദൈവാത്മാവ് പത്രോസപ്പച്ചൻ വിളിച്ചു പറയുകയാ. ഈ വചനത്തോട് നമുക്ക് ചേർന്ന് യാത്ര ചെയ്യാം. കരുണയുള്ള പിതാവേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിന്റെ മുൻപിൽ അല്പസമയം ഞങ്ങൾക്കായിരിക്കാൻ അവിടുന്ന് കൃപ നൽകി. വചനത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളിൽ വെളിപ്പെടും കൃപയ്ക്ക് നന്ദി പറയുകയാ. കർത്താവേ, ചില ദൈവിക പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഈ ദേശത്ത് അവിടുത്തെ ചെയ്തെടുക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാ. ലജ്ജിച്ചു പോകാതെ വേണോ നിർത്തുവാൻ പോകുന്ന ദൈവിക പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുകയാ. അന്ധകാര ശക്തി തകർന്നതിനായി സ്തോത്രം. മുഴുമകത്വവും യേശു കർത്താവിന്, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.